മെട്രോ റെയിൽ ആലുവയിൽ നിന്ന് ചാലക്കുടിയിലേക്ക് നീട്ടാനുള്ള ശ്രമം തുടങ്ങിയതായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ചാലക്കുടിയിൽ നിന്ന് പാലക്കാട്ടേക്കും മെട്രോ റെയിൽ നീട്ടുമെന്ന് സുരേഷ് ഗോപി. എരുമപ്പെട്ടി പഞ്ചായത്തിലെ അങ്കണവാടികളിലേക്ക് വിവിധ ആവശ്യങ്ങൾക്കായി നൽകേണ്ട ഫണ്ട് പഞ്ചായത്ത് അധികൃതർ നൽകുന്നില്ലെന്ന് പരാതി. കുടിശ്ശികയായ തുക എത്രയും വേഗം നൽകണമെന്നാവശ്യം. പഴഞ്ഞി ഒതളൂർ ബണ്ടിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്യുന്നതിനെ ചൊല്ലി തർക്കം. കോൾപാടങ്ങളിലെ പുഞ്ചകൃഷിയും കടവലൂർ പാടശേഖരത്തിലെ മുണ്ടകൻ കൃഷിയും ഒരേ സമയത്ത് തുടങ്ങുന്നതാണ് വെള്ളത്തിനായുള്ള തർക്കത്തിന് കാരണം. കൊയ്യയിൽ പടക്ക നിർമ്മാണത്തിനിടെ പടക്കം പൊട്ടിത്തെറിച്ച് 2 പേർക്ക് പരിക്ക്. ലൈസൻസ് ഇല്ലാതെയായിരുന്നു പടക്ക നിർമ്മാണം. ചെറുതുരുത്തിയിൽ പോക്സോ കേസിൽ 2 പേർ അറസ്റ്റിൽ. പാഞ്ഞാൾ സ്വദേശികളായ കുമാരൻ, ഹസൻ എന്നിവരാണ് അറസ്റ്റിലായത്. വാർത്തകൾ വിശദമായി. മെട്രോ റെയിൽ ആലുവയിൽ നിന്ന് ചാലക്കുടിയിലേക്കും തുടർന്ന് പാലക്കാട്ടേക്കും കോയമ്പത്തൂരിലേക്കും നീട്ടാൻ ശ്രമം തുടങ്ങിയതായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. ടി.എൻ. പ്രതാപൻ MP ആയിരിക്കെ അനുവദിച്ച തുക കൊണ്ട് മറ്റത്തൂർ പഞ്ചായത്തിലെ താളുപാടത്ത് നിർമ്മിച്ച ശ്രീദേവി സ്മാർട്ട് അംഗനവാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ആലുവയിൽ നിന്ന് ആദ്യം ചാലക്കുടി വരെ നെടുമ്പാശ്ശേരി വഴി, അത് കഴിഞ്ഞ് പാലിയേക്കര വഴി, അത് പിന്നീട് 1-2 പ്രോജക്റ്റായിട്ട് പാലക്കാടും കോയമ്പത്തൂരും വരെ എത്തിയാൽ മാത്രമാണ് അത് പൂർണ്ണമാകുന്നത് എന്ന് പറഞ്ഞ സമയത്ത് എതിർ രാഷ്ട്രീയക്കാരൊക്കെ പുച്ഛിച്ച് തള്ളിയെടുത്ത് ജയിച്ചു കഴിയുമ്പോൾ ചോദിക്കുന്നത് എവിടെയാ മെട്രോ എന്നാണ്. ഇതാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെയും അഡ്മിനിസ്ട്രേഷന്റെയും ദൂരം. ഇതാണ് കുറയ്ക്കുന്നത്. അങ്ങനെ ഒരു ഐഡിയ വരുമ്പോൾ അത് എതിർ രാഷ്ട്രീയക്കാരൻ പറഞ്ഞതാണെങ്കിലും അന്ന് മുതൽ പിന്തുണച്ചു തുടങ്ങണം. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണ്, എനിക്ക് എന്റെ നേതാവിന്റെയും അദ്ദേഹത്തിന്റെ മന്ത്രിപടയുടെയും പിന്തുണ മാത്രം മതി. അതിലേക്കുള്ള നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. MP ഫണ്ടിൽ നിന്നുള്ള തുക ഉപയോഗപ്പെടുത്തി നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നത് അവരുടെ കാലാവധി കഴിഞ്ഞിട്ടാണെങ്കിലും ഉദ്ഘാടനം ചെയ്യേണ്ടത് അത് തുടങ്ങിവെച്ചവർ തന്നെയാണെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. ഇതിനുള്ള നിയമ ഭേദഗതി കൊണ്ടുവരാൻ BJP MPമാരുടെ സഹായത്തോടെ ശ്രമിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഒട്ടേറെ അംഗൻവാടികൾ ഇപ്പോഴും പരിതാപകരമായ അവസ്ഥയിലാണ്. ഇവയെല്ലാം നവീകരിക്കേണ്ടത് കുരുന്നുകളുടെ അവകാശമാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു. K. രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VB, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TK അസൈൻ, വാർഡ് അംഗം ലിൻഡോ പള്ളിപ്പറമ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്തിലെ അങ്കണവാടികളിലേക്ക് വിവിധ ആവശ്യങ്ങൾക്കായി നൽകേണ്ട ഫണ്ട് പഞ്ചായത്ത് അധികൃതർ നൽകുന്നില്ലെന്ന പരാതി. കുടിശ്ശികയായിട്ടുള്ള പണം എത്രയും പെട്ടെന്ന് നൽകണമെന്ന് ആവശ്യപ്പെട്ട് അങ്കണവാടി ആൻഡ് ക്രഷ് വർക്കേഴ്സ് യൂണിയൻ INTUC രംഗത്ത്. അംഗനവാടിയിലെ കുട്ടികൾക്ക് പച്ചക്കറികൾ വാങ്ങിയ വകയിലും കറന്റ് ബില്ല്, വാട്ടർ ബില്ല്, ഗ്യാസ് ബില്ല് തുടങ്ങിയവ അടച്ച വകയിലും മാസങ്ങളായി പണം കിട്ടാതെ ജീവനക്കാർ വലയുകയാണ്. ഇതിനു പുറമെ വാടക കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്ന അംഗനവാടികളിലേക്ക് പഞ്ചായത്ത് നൽകേണ്ട അധിക വാടകയും നൽകുന്നില്ല. ഈ തുകയും അംഗനവാടി ജീവനക്കാർ സ്വന്തം കയ്യിൽ നിന്ന് കൊടുക്കേണ്ട അവസ്ഥയാണ്. അംഗൻവാടി ജീവനക്കാരോടുള്ള ഭരണസമിതിയുടെ അതുപോലെ സൂപ്പർവൈസർമാരുടെ അന്യായമായ രീതികൾ നിർത്തണമെന്നൊരു ആവശ്യമാണ് ഞങ്ങൾക്കുള്ളത്. തുച്ഛമായ വേതനം വാങ്ങുന്ന അംഗൻവാടി വർക്കർമാരാണ് പച്ചക്കറി, പാല്, മുട്ട, കറണ്ട് ബില്ല്, വാട്ടർ ബില്ല്, വാടക കെട്ടിടങ്ങളുടെ അധിക പൈസയും കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. അത് നിർത്തലാക്കണമെന്നുള്ള ആവശ്യമാണ് മുഖ്യമായും പറയാനുള്ളത്. തുച്ഛമായ ഓണറേറിയമാണ് ജീവനക്കാർക്ക് ലഭിക്കുന്നത്. കഴിഞ്ഞ വർഷം 3 ദിവസങ്ങളിലായി നടന്ന പൾസ് പോളിയോ നിർമ്മാർജ്ജന വാക്സിനേഷനിൽ വളണ്ടിയേഴ്സായി പങ്കെടുത്തവർക്ക് ലഭിക്കേണ്ട തുകയും ഇതുവരെയും നൽകിയിട്ടില്ല. അംഗനവാടി ജീവനക്കാരെ കൊണ്ട് അവരുടെ ജോലിയിൽപ്പെടാത്ത അധിക ജോലികൾ ചെയ്യിപ്പിക്കുകയാണെന്നും പരാതിയുണ്ട്. അംഗനവാടി ജീവനക്കാരുടെ ഈ പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരം കാണണമെന്ന് അംഗനവാടി ആൻഡ് ക്രഷ് വർക്കേഴ്സ് യൂണിയൻ INTUC സംസ്ഥാന സെക്രട്ടറി ബിന്ദു കൃഷ്ണകുമാർ ആവശ്യപ്പെട്ടു. ഒരുപാട് പേര് ഈ ഓണറേറിയം കൊണ്ട് ജീവിക്കുന്നവരാണ്. വിഷമം ഒരുപാട് അനുഭവിക്കുന്ന വ്യക്തികളായ ഞങ്ങളെ ഇത്രയും ചൂഷണം ചെയ്യുന്ന ഒരു ഭരണസമിതി ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് ഇതിന് എത്രയും വേഗം ഒരു മോചനം കിട്ടണം. നമ്മുടെ പരിധിയിൽ വരാത്ത ഒരുപാട് ജോലികൾ അംഗൻവാടി ജീവനക്കാരോട് ചെയ്യിക്കുന്നുണ്ട്. അതിന് നമുക്ക് അധിക വേതനമൊന്നും കിട്ടുന്നില്ല. ഇതെല്ലാം ഒന്ന് അവസാനിപ്പിക്കണം എന്നൊരു ആവശ്യമാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. അംഗനവാടി ജീവനക്കാരോടുള്ള എരുമപ്പെട്ടി ഭരണസമിതിയുടെയും എരുമപ്പെട്ടി പഞ്ചായത്ത് ICDS സൂപ്പർവൈസറുടെയും അവഗണന അവസാനിപ്പിക്കണമെന്നും അല്ലാത്ത പക്ഷം ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും ബിന്ദു കൃഷ്ണകുമാർ അറിയിച്ചു. TCV എരുമപ്പെട്ടി. കടവലൂർ പാടശേഖരത്തിലെ മുണ്ടകൻ കൃഷിക്ക് ഒതളൂർ ബണ്ടിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്തു തുടങ്ങി.
പൊന്നാനി കോൾപ്പടവിൽപ്പെട്ട കൃഷിക്ക് വെള്ളം നൽകുന്നത് സംബന്ധിച്ച് ഒട്ടേറെ തർക്കങ്ങൾ നിലനിൽക്കുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം പമ്പിംഗ് തുടങ്ങിയത്. ജലസേചന വകുപ്പിന്റെ കീഴിലാണ് പമ്പ് ഹൗസ്. ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഒരു പൈപ്പ് തുറന്ന് വെള്ളം നൽകാനാണ് ഇപ്പോൾ അനുമതി ലഭിച്ചിട്ടുള്ളത്. കോൾപ്പാടങ്ങളിലെ പുഞ്ചകൃഷിയും കടവല്ലൂർ പാടശേഖരത്തിലെ മുണ്ടകം കൃഷിയും ഒരേ സമയത്ത് തുടങ്ങുന്നതാണ് വെള്ളത്തിനായുള്ള തർക്കം ശക്തമാകാൻ കാരണം. 4 വർഷത്തോളമായി ഇതേ അവസ്ഥയാണ്. ജലസേചന വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഇടപെട്ടാണ് പലപ്പോഴും സമവായമുണ്ടാക്കിയിരുന്നത്. ഫെബ്രുവരിയിൽ ഇരുഭാഗത്തും വെള്ളത്തിന് ക്ഷാമം പതിവാണ്. ഞെള്ളൂർ ഭാഗത്തെ തോട്ടിൽ അപ്പോൾ ബാക്കിയാകുന്ന വെള്ളം തങ്ങളുടെ കൃഷിക്ക് പോലും തികയാറില്ലെന്ന് ആ പ്രദേശത്തെ കർഷകർ പറയുന്നു. കഴിഞ്ഞ തവണ വരൾച്ച മൂലം വൻ നഷ്ടമാണ് ഉണ്ടായതെന്നും അവർ പറഞ്ഞു. അടുത്തയാഴ്ചയോടെ കടവല്ലൂരിലെ തോടുകളിലെ വെള്ളം വറ്റും. പിന്നീട് ഈ ഭാഗത്തെ കൃഷിക്ക് ഒതളൂർ ബണ്ടിൽ നിന്ന് പമ്പ് ചെയ്യുന്ന വെള്ളമല്ലാതെ മറ്റ് മാർഗങ്ങളില്ല. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കണ്ടില്ലെങ്കിൽ ഇരുഭാഗത്തെ കൃഷിക്കും വരൾച്ച ബാധിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. കടവല്ലൂരിലെ കൃഷി 1 മാസം മുമ്പ് തുടങ്ങുകയാണ് പരിഹാരമെന്ന് കർഷകർ പറയുന്നു. പാടം കൃഷിക്ക് നേരത്തെ ഒരുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നാണ് കടവല്ലൂരിലെ കർഷകർ പറയുന്നത്. TC വിനോസ്, കുന്നംകുളം. പൊയ്യയിൽ പടക്ക നിർമ്മാണത്തിനിടെ പടക്കം പൊട്ടിത്തെറിച്ച 2 പേർക്ക് പരിക്ക്. പോളക്കുളം വീട്ടിൽ ഉണ്ണികൃഷ്ണൻ, കരിമ്പാടി വീട്ടിൽ അനൂപ് ദാസ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഉണ്ണികൃഷ്ണന്റെ വീടിന്റെ പിന്നിൽ രാവിലെയായിരുന്നു അപകടം. കൈക്കും നെറ്റിയിലും ഗുരുതരമായി പരിക്കേറ്റ ഉണ്ണികൃഷ്ണൻ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അനൂപ് ദാസ് മാളയിലെ ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവസ്ഥലത്ത് കൂടുതൽ പടക്കശേഖരം ഇല്ലാതിരുന്നതാണ് വൻ ദുരന്തം ഒഴിവാകാൻ ഇടയായത്. സംഭവം നടന്ന സ്ഥലത്ത് നിന്ന് 50 മീറ്റർ അടുത്ത് വൻതോതിൽ പടക്കശേഖരം കണ്ടെത്തി. സമീപത്തെ ആളൊഴിഞ്ഞ പറമ്പിൽ വഴിയോട് ചേർന്ന് മൂടിയിട്ട നിലയിലായിരുന്നു പടക്കശേഖരം. ചാക്കുകളിൽ സൂക്ഷിച്ചിരുന്ന വൈൽ സ്ഫോടക ശേഷി കൂടിയ ഇനങ്ങളുമുണ്ട്. ചെറുതുരുത്തിയിൽ 2 പേർ പോക്സോ കേസിൽ അറസ്റ്റിൽ. പാഞ്ഞാൾ സ്വദേശികളായ വീരന്മാരിൽ കുമാരൻ, പുളിക്കപ്പറമ്പിൽ ഹസൻ എന്നിവരെയാണ് ചെറുതുരുത്തി പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്ന പരാതിയിലാണ് അറസ്റ്റ്. ഇരുവരെയും റിമാൻഡ് ചെയ്തു. രാജ്യം നാളെ 76ാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കും. ഗോൾഡൻ ഇന്ത്യ ലെഗസി ആൻഡ് പ്രോഗ്രസ് എന്നതാണ് ഇത്തവണത്തെ മുദ്രാവാക്യം. റിപ്പബ്ലിക് ദിന പരേഡിനായി തൃശൂർ തേക്കിൻകാട് മൈതാനം ഒരുങ്ങി. രാവിലെ 9-ന് റവന്യൂ മന്ത്രി കെ രാജൻ ദേശീയ പതാക ഉയർത്തും. പരേഡിൽ പോലീസ്, എക്സൈസ്, ഫോറസ്റ്റ്, ഫയർ ആൻഡ് റെസ്ക്യൂ, NCC, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ എന്നിവർ പങ്കെടുക്കും. റിപ്പബ്ലിക് പരേഡ് TCV തത്സമയം സംപ്രേഷണം ചെയ്യും. ദേശീയപാത മണ്ണുത്തി തിരുവാണിക്കാവിന് സമീപം നിയന്ത്രണം വിട്ട കാർ തലകീഴായി മറിഞ്ഞു. അപകടത്തിൽ കാർ യാത്രക്കാരിയായ സ്ത്രീക്ക് പരിക്കേറ്റിട്ടുണ്ട്. എറണാകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. കേച്ചേരി എരനല്ലൂർ ക്രിസ്ത്യൻ പള്ളിക്ക് സമീപം സ്കൂട്ടറുകൾ കൂട്ടിയിടിച്ച് യുവതിക്ക് പരിക്ക്. പുലിയന്നൂർ സ്വദേശി ചിരിയങ്കണ്ടത്ത് ജിസ്മിക്കാണ് പരിക്കേറ്റത്. ജിസ്മിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൈപ്പറമ്പ് പുത്തൂർ ചീരോത്തുപടിക്ക് സമീപം നായ കുറുകെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട സ്കൂട്ടർ മറിഞ്ഞ് യുവതിക്ക് പരിക്കേറ്റു. പോന്നൂർ സ്വദേശി കണ്ണനാക്കൽ വീട്ടിൽ ജോബി ഭാര്യ ഡയാനയ്ക്കാണ് പരിക്കേറ്റത്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പെരിഞ്ഞനം ചക്കരപ്പാടം പള്ളിയുടെ കിഴക്ക് ഭാഗത്ത് കനോലി കനാലിൽ പുരുഷന്റെ മൃതദേഹം കണ്ടെത്തി. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. കാട്ടൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. രാവിലെയാണ് നാട്ടുകാർ മൃതദേഹം കണ്ടത്. ആഴ്ചകളോളം പഴക്കം തോന്നിക്കുന്ന മൃതദേഹം അഴുകിയ നിലയിലാണ്. നീല ജീൻസും ഷർട്ടുമാണ് വേഷം. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന സംവിധായകൻ ഷാഫിയുടെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമായി തുടരുന്നു. വെന്റിലേറ്റർ സഹായത്തോടെ തീവ്രപരിചരണ വിഭാഗത്തിലാണ് ഷാഫിയെ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 16-നാണ് കടുത്ത തലവേദനയെ തുടർന്ന് ചികിത്സ തേടിയ ഷാഫിക്ക് ആന്തരിക രക്തസ്രാവം കണ്ടെത്തുകയും അടിയന്തര ശസ്ത്രക്രിയ നടത്തുകയും ചെയ്തത്. മമ്മൂട്ടി, MV ഗോവിന്ദൻ അടക്കമുള്ള പ്രമുഖർ ഷാഫിയെ കാണാൻ ആശുപത്രിയിലെത്തിയിരുന്നു. വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ മെഡലുകൾ പ്രഖ്യാപിച്ചു. ADGP വിജയൻ, അഗ്നിരക്ഷാസേനയിൽ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ മധുസൂദൻ നായർ, സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ രാജേന്ദ്രൻ നായർ എന്നിവർക്കാണ് വിശിഷ്ട സേവനത്തിനുള്ള ബഹുമതി ലഭിച്ചത്. സ്തുത്യർഹ്യ സേവനത്തിന് പോലീസ് സേനയിലെ 10 പേർക്കും അഗ്നിരക്ഷാസേനയിൽ 5 പേർക്കും ജയിൽ വകുപ്പിലെ 5 പേർക്കും രാഷ്ട്രപതിയുടെ മെഡലുകൾ ലഭിച്ചു.
വിയൂർ അതിസുരക്ഷാ ജയിൽ സൂപ്രണ്ട് ടി.ആർ. രാജീവിന് രാഷ്ട്രപതിയുടെ സ്തുത്യർഹ സേവനത്തിനുള്ള മെഡൽ. ഡെപ്യൂട്ടി സൂപ്രണ്ടുമാരായ വി. ഉദയകുമാർ, എം. രാധാകൃഷ്ണൻ, സി. ഷാജി, അസിസ്റ്റന്റ് സൂപ്രണ്ട് പി. ഉണ്ണികൃഷ്ണൻ എന്നിവർക്കും പുരസ്കാരമുണ്ട്. അഗ്നിരക്ഷാസേനയിൽ ജില്ലാ ഫയർ ഓഫീസർ എസ്. സൂരജ്, സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ പി. സി. പ്രേമൻ, കെ. ടി. സാലി, പി. കെ. ബാബു, സ്റ്റേഷൻ ഓഫീസർ വി. സെബാസ്റ്റ്യൻ എന്നിവർക്കാണ് രാഷ്ട്രപതിയുടെ സ്തുത്യർഹ സേവനത്തിനുള്ള മെഡൽ ലഭിച്ചത്. കാലിക്കറ്റ് സർവകലാശാല ഡി സോൺ കലോത്സവം മാളയിൽ തുടരുന്നു. ഇന്ന് ഓഫ് സ്റ്റേജ് ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. പെയിന്റിംഗ്, ഡ്രോയിംഗ്, കഥാരചന, കാർട്ടൂൺ വര, പോസ്റ്റർ മേക്കിംഗ് മത്സരങ്ങളാണ് ഇന്നലെ നടന്നത്. നാളെയാണ് സ്റ്റേജ് ഇനങ്ങളിൽ മത്സരം തുടങ്ങുന്നത്. മത്സരങ്ങൾ 28-ന് സമാപിക്കും. സ്റ്റേജ് ഇന മത്സരങ്ങൾക്കായി മാള ഹോളി ഗ്രേസിൽ 4 വേദികളാണ് ഒരുക്കിയിട്ടുള്ളത്. ജില്ലയിൽ നിന്നുള്ള 2500ഓളം വിദ്യാർത്ഥികളാണ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത്. ചിറ്റിലപ്പള്ളി IES ആർക്കിടെക്ചർ കോളേജിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന അഖാര ദക്ഷിണേന്ത്യൻ കോളേജ് സ്പോർട്സ് ടൂർണമെന്റ് തുടരുന്നു. ഫുട്ബോൾ, വോളിബോൾ, ബാഡ്മിന്റൺ, ത്രോബോൾ, അത്ലറ്റിക്സ്, സ്വിമ്മിംഗ് തുടങ്ങി 40 ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. ദക്ഷിണേന്ത്യയിലെ 30 കോളേജുകളിൽ നിന്നായി 2000ഓളം കായിക താരങ്ങളാണ് മാറ്റുരയ്ക്കുന്നത്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന സ്പോർട്സ് ടൂർണമെന്റ് നാളെ സമാപിക്കും. റേഷൻ വ്യാപാരികളുടെ അനിശ്ചിതകാല സമരം തിങ്കളാഴ്ച ആരംഭിക്കും. വേതന പാക്കേജ് പരിഷ്കരിക്കുക, ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇന്നലെ റേഷൻ വ്യാപാരികളുമായി മന്ത്രിമാർ നടത്തിയ ചർച്ച പരാജയപ്പെട്ടിരുന്നു. വേതന പരിഷ്കരണം എന്ന വ്യാപാരികളുടെ ആവശ്യം 3-അംഗ സമിതിയുടെ റിപ്പോർട്ടിന്മേൽ ചർച്ചകൾ നടത്തി സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്ന മുറയ്ക്ക് പരിഗണിക്കാമെന്നായിരുന്നു മന്ത്രിമാരുടെ വാഗ്ദാനം. എന്നാൽ ഇക്കാര്യത്തിൽ കൃത്യമായ പ്രഖ്യാപനം വേണമെന്ന ആവശ്യത്തിൽ വ്യാപാരി സംഘടനകൾ ഉറച്ചുനിന്നതോടെ ാണ് ചർച്ച അലസിപ്പിരിഞ്ഞത്. വിയൂർ ജയിലിൽ റിമാൻഡിൽ കഴിയവേ യൂട്യൂബർ മണവാളന്റെ മുടി മുറിച്ച സംഭവത്തിൽ ജയിൽ അധികൃതർക്കെതിരെ കുടുംബം രംഗത്ത്. ക്രൂരമായി മർദ്ദിച്ചതിനു ശേഷം ബലമായാണ് മുടി മുറിച്ചതെന്ന് മണവാളൻ തങ്ങളോട് പറഞ്ഞതായി മാതാപിതാക്കൾ കുന്നംകുളം പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മകനെ ഭ്രാന്തനെന്ന് ചിത്രീകരിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും മുടി മുറിച്ചതിനു ശേഷം മകൻ മാനസിക വിഷമത്തിലാണെന്നും മാതാപിതാക്കൾ പറഞ്ഞു. ജയിലിന് മുൻപിൽ റീൽസ് ചിത്രീകരിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ജയിൽ ജീവനക്കാരനായ നിക്സണും കണ്ടാലറിയാവുന്ന 2 ജീവനക്കാരും മകനോട് വൈരാഗ്യബുദ്ധിയോടുകൂടി പെരുമാറുന്നതെന്നും മകൻ കിടക്കുന്ന സെല്ലിൽ മർദ്ദിക്കുന്നതിനായി മറ്റ് തടവുപുള്ളികളെ കൊണ്ടുവന്നതായും മണവാളന്റെ കുടുംബം ആരോപിച്ചു. സംഭവത്തിൽ ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയിലും മുഖ്യമന്ത്രിക്കും ജയിൽ വകുപ്പ് മേധാവി, സംസ്ഥാന പോലീസ് മേധാവി എന്നിവർക്ക് പരാതി നൽകിയതായി മണവാളന്റെ മാതാവ് പറഞ്ഞു. കാപ്പ ഉത്തരവ് ലംഘിച്ച് തൃശൂർ ജില്ലയിൽ പ്രവേശിച്ച കുപ്രസിദ്ധ ഗുണ്ട ഉണ്ടപ്പൻ എന്നറിയപ്പെടുന്ന കൊടകര പഴമ്പള്ളി സ്വദേശി ഇരിങ്ങപ്പള്ളി വീട്ടിൽ രമേശ് അറസ്റ്റിലായി. 6 മാസത്തേക്ക് ജില്ലയിൽ പ്രവേശിക്കുന്നതിന് നിയന്ത്രണ ഉത്തരവ് നിലനിൽക്കെ ചാലക്കുടി, പരിയാരം, കൊടകര എന്നീ സ്ഥലങ്ങളിൽ പ്രവേശിച്ച് ഉത്തരവ് ലംഘിച്ചതിനാണ് രമേശിനെ അറസ്റ്റ് ചെയ്തത്. സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ്. ഇന്നും നാളെയും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ സാധാരണയേക്കാൾ 2 ഡിഗ്രി മുതൽ 3 ഡിഗ്രി വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഉയർന്ന താപനിലയോടൊപ്പം ഈർപ്പമുള്ള വായുവും കാരണം അസ്വസ്ഥതയുള്ള കാലാവസ്ഥയ്ക്ക് അനുഭവപ്പെടാമെന്നും സൂര്യാഘാതത്തിനും നിർജ്ജലീകരണത്തിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വൈദ്യുതി ജീവനക്കാർ ഫെബ്രുവരി 20-ന് പണിമുടക്കും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വൈദ്യുതി ജീവനക്കാരുടെ ദേശീയ ഏകോപന സമിതിയായ നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എംപ്ലോയേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സിന്റെ ആഭിമുഖ്യത്തിലാണ് സൂചനാ പണിമുടക്ക്. സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച വടക്കാഞ്ചേരി ഇലക്ട്രിക്കൽ ഡിവിഷൻ ഓഫീസിന് മുൻപിൽ ജീവനക്കാരുടെ യോഗം ചേർന്നു. ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് AP ഡേവി ഉദ്ഘാടനം ചെയ്തു. KSEB വർക്കേഴ്സ് അസോസിയേഷൻ ഡിവിഷൻ സെക്രട്ടറി KS സൈനുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. NT ബേബി, TV ദേവദാസ്, K രമ്യ എന്നിവർ സംസാരിച്ചു. വർഷങ്ങളായി കുണ്ടും കുഴിയുമായി ശോചനീയാവസ്ഥയിലായിരുന്ന തൃശൂർ ശക്തൻ ബസ് സ്റ്റാൻഡിന് ശാപമോക്ഷമാകുന്നു. അത്യാധുനിക രീതിയിൽ കോൺക്രീറ്റിംഗ് ചെയ്ത് നവീകരിച്ച ബസ് സ്റ്റാൻഡ് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തുറന്നുകൊടുക്കും. കഴിഞ്ഞ 37 വർഷമായി വികസനം കാത്തുകിടന്നിരുന്ന ശക്തൻ നഗറിന്റെ വികസന കുതിപ്പിന് തുടക്കമെന്ന നിലയിലാണ് തകർന്നു കിടന്നിരുന്ന ശക്ത സ്റ്റാൻഡിന്റെ തെക്കുഭാഗം കോടികൾ ചിലവഴിച്ച് അത്യാധുനിക രീതിയിൽ കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ചത്. കഴിഞ്ഞ നവംബർ 15-ന് തുടക്കം കുറിച്ച സ്റ്റാൻഡ് നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഗതാഗതത്തിനായി തുറന്നുകൊടുക്കും. സ്റ്റാൻഡിലേക്കും പുറത്തേക്കുമുള്ള കവാടങ്ങളിലെ ചില അറ്റകുറ്റപ്പണികൾ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. സ്റ്റാൻഡിലെത്തുന്ന യാത്രക്കാർക്കുള്ള
സൗകര്യങ്ങളൊന്നും ഒരുക്കിയിട്ടില്ലെങ്കിലും ഇതിന്റെ തുടർച്ചയെന്നോണം അധികം വൈകാതെ തന്നെ അത്യാധുനിക രീതിയിലുള്ള പുതിയ ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിന്റെ നിർമ്മാണത്തിനും തുടക്കം കുറിക്കാനുള്ള ഒരുക്കത്തിലാണ് കോർപ്പറേഷൻ അധികൃതർ. തൃശൂർ കോർപ്പറേഷനും സ്വകാര്യ കൺസ്ട്രക്ഷൻ കമ്പനിയുമായുള്ള തർക്കത്തെ തുടർന്ന് കഴിഞ്ഞ 3.5 പതിറ്റാണ്ടിലേറെ കാലമായി യാതൊരു വികസന പ്രവർത്തനങ്ങളും നടത്താനാകാതെ അനാഥമായി കിടന്നിരുന്ന തൃശൂർ ശക്തനഗർ ബസ് സ്റ്റാൻഡിനാണ് ഇപ്പോൾ പുതുജീവൻ വന്നിരിക്കുന്നത്. ദിവസവും നൂറുകണക്കിന് ബസ്സുകൾ വന്നുപോകുന്ന മധ്യകേരളത്തിലെ ബസ് സ്റ്റാൻഡുകളിലൊന്നാണ് തൃശൂർ ശക്തൻ സ്റ്റാൻഡ്. TC വിനോസ്, തൃശൂർ. തൃശൂർ പാലക്കൽ സെന്റ് മാത്യൂസ് ദേവാലയത്തിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ ലിറിൽ തളിയപ്പറമ്പിൽ കൊടിയേറ്റം നിർവഹിച്ചു. ഈ മാസം 31, ഫെബ്രുവരി 1, 2, 3 തീയതികളിലാണ് തിരുനാൾ. ഫെബ്രുവരി 1 വൈകിട്ട് അമ്പെഴുന്നള്ളിപ്പുകളും തിരുനാൾ ദിനമായ ഫെബ്രുവരി 2 ആഘോഷമായ ദിവ്യബലിയും തിരുനാൾ പ്രദക്ഷിണവും ഉണ്ടാകും. തിരുനാൾ ആഘോഷങ്ങൾക്ക് അസിസ്റ്റന്റ് വികാരി ജിൻസൺ മുക്കടയിൽ, ജനറൽ കൺവീനർ TP ജോസ്, കൈക്കാരന്മാരായ ലിജോ മരോട്ടിക്കൽ, ബിജോയ് ചെക്കാലക്കൽ, മാർട്ടിൻ മുരിങ്ങാത്തുപറമ്പിൽ, ആൻജോ മരോട്ടിക്കൽ, പബ്ലിസിറ്റി കൺവീനർ സിജോ തറയിൽ എന്നിവർ നേതൃത്വം നൽകും. വരവൂർ മുഹമ്മദ് കുട്ടി മസ്താൻ ഉപ്പാപ്പ മഖാം ഷെരീഫിലെ 24ാമത് ആണ്ട് നേർച്ചയ്ക്ക് തുടക്കമായി. 3 ദിവസങ്ങളിലായി നടക്കുന്ന നേർച്ചയുടെ കൊടിയേറ്റം മുഹമ്മദ് കുട്ടി മസ്താന്റെ പേരമകൻ അബ്ദുൾ സമൂർ നിർവഹിച്ചു. ജലാലിയ റാത്തീബിന് സയ്യിദ് ഹുസൈൻ സഖാഫി മുടിക്കലും സമൂഹ സിയാറത്തിന് പാണക്കാട് സയ്യിദ് സാബിഖ് അലി ശിഹാബ് തങ്ങളും നേതൃത്വം നൽകി. കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ നെല്ലായി, ഉസ്താദ് സലീം റഷാദി ചിസ്തി സ്വാബിരി കൊല്ലം, ട്രസ്റ്റ് ചെയർമാൻ MH മുഹമ്മദ് ആലി, സെക്രട്ടറി VB ഷെരീഫ് തുടങ്ങിയവർ നേർച്ചയുടെ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഇന്ന് വൈകിട്ട് നടക്കുന്ന പരിപാടിയിൽ പ്രധാനമായിട്ടും മൗലിദ്, കുത്തുബിയത്ത്, അന്നദാനം ഉണ്ടാകും. ഇതുപോലെ തന്നെ നാളെ വൈകിട്ട് 4 മണിക്ക് ശേഷവും നമ്മുടെ പരിപാടി രാത്രി ഏകദേശം 11 മണി വരെ ഉണ്ടാകും. സമാപന ദിവസമായ ഞായറാഴ്ച രാവിലെ ഒരു 9 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയാണ് നമ്മുടെ പരിപാടികൾ. അതിൽ പ്രാർത്ഥനാ സംഗമങ്ങൾ ഉണ്ടാകും, ഭക്ഷണം, അന്നദാനം ഉണ്ടാകും. അങ്ങനെയാണ് നമ്മുടെ പരിപാടികൾ നമ്മൾ കറക്റ്റ് ചെയ്തിരിക്കുന്നത്. മുല്ലശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി വാർഷികാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു. മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ദിൽന ധനേഷ് അധ്യക്ഷത വഹിച്ചു. വാർഡംഗം ക്ലെമൻ ഫ്രാൻസിസ്, PTA പ്രസിഡന്റ് അജിത് പ്രസാദ്, ബാലകൃഷ്ണൻ വട്ടപ്പറമ്പിൽ, ഹെഡ്മാസ്റ്റർ വാസുദേവൻ എന്നിവർ സംസാരിച്ചു. വടക്കാഞ്ചേരി ചോറ്റുപാറ സെന്റ് ജോസഫ് ദേവാലയത്തിലെ സംയുക്ത തിരുനാളിന് തുടക്കമായി. കൂടുതുറക്കൽ ശുശ്രൂഷയും പ്രസിദ്ധേന്തി വാഴ്ചയും അമ്പ് പ്രദക്ഷിണവും നടന്നു. വടക്കാഞ്ചേരി ഫെറോന വികാരി ഫാദർ വർഗീസ് തരകൻ, ജെറുസലേം ധ്യാനകേന്ദ്രം അസോസിയേറ്റ് ഡയറക്ടർ ഫാദർ ജോ പാച്ചേരിയിൽ, ഫാദർ അഗസ്റ്റിൻ ആനനിലയിൽ, ഇടവക വികാരി ഫാദർ ആന്റണി അമ്മൂത്തൻ എന്നിവർ കാർമ്മികത്വം വഹിച്ചു. കൈക്കാരന്മാരായ ജോപി കുരുവിനാൽ, ജോസ് കൊണ്ടിയാരത്ത്, ജനറൽ കൺവീനർ സജി കൊണ്ടിയാരത്ത്, തിരുനാൾ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. കേരള ശാസ്ത്ര പരിസ്ഥിതി കൌൺസിലിന്റെ ഹരിതകർമ്മസേനയിൽ അംഗമായ അഴീക്കോട് IUP സ്കൂളിൽ കേന്ദ്ര പരിസ്ഥിതി വനം വകുപ്പിന്റെ സാമ്പത്തിക സഹായത്തോടെ ശലഭോദ്യാനം ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് നൌഷാദ് കൈതവളപ്പിൽ അധ്യക്ഷത വഹിച്ചു. പരിസ്ഥിതി പ്രവർത്തകൻ PK ധർമ്മരാജൻ, PK അബ്ദുൾ ജബ്ബാർ, ഹൈദ്രോസ്, PM മനാഫ്, പ്രധാനാധ്യാപിക ബീന എന്നിവർ സംസാരിച്ചു. മുക്കാട്ടുകര സെന്റ് ജോർജ് UP സ്കൂൾ വാർഷികാഘോഷം സ്കൂൾ മാനേജർ ഫാദർ പോൾ പിണ്ടിയാൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് AK അഞ്ജു അധ്യക്ഷത വഹിച്ചു. ഉജ്ജ്വല ബാല്യം അവാർഡ് ജേതാവ് VS പാർവതിയെയും വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു. ഹെഡ്മിസ്ട്രസ് ലിനറ്റ്, ഫസ്റ്റ് അസിസ്റ്റന്റ് പ്രിൻസിപ്പൽ സാഹിത്യകാരി അനിത വർമ്മ, സിസ്റ്റർ ആൻസി മരിയ, സിസ്റ്റർ ആഗ്നസ് ആന്റോ എന്നിവർ സംസാരിച്ചു. തിങ്കളാഴ്ച മുതൽ റേഷൻ വ്യാപാരികൾ കടകൾ അടച്ചിട്ട് അനിശ്ചിതകാല സമരപരിപാടികളിലേക്ക് നീങ്ങുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ സമരസമിതി ചെയർമാൻ പ്രതീഷ് അപ്പു, കൺവീനർ K സേതുമാധവൻ, C കണ്ണൻ, V ശ്രീധരൻ എന്നിവർ പങ്കെടുത്തു. VKNന്റെ 21ാമത് അനുസ്മരണം തിരുവില്വാമലയിൽ സംഘടിപ്പിച്ചു. അനുസ്മരണ സമ്മേളനം MP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. തിരുവില്വാമല പഞ്ചായത്ത് പ്രസിഡന്റ് K പത്മജ അധ്യക്ഷയായിരുന്നു.
EP രാജഗോപാലൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ദീപ എസ് നായർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിന്ധു സുരേഷ്, പഞ്ചായത്ത് അംഗം കെ ബാലകൃഷ്ണൻ, VKN സ്മാരക സമിതി സെക്രട്ടറി KR മനോജ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് നടത്തിയ കഥാരചനാ മത്സരത്തിൽ വിജയിച്ചവർക്ക് VKN കുടുംബം ഏർപ്പെടുത്തിയ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഏനാമാക്കൽ പരിശുദ്ധ കർമ്മല മാതാവിൻ ദേവാലയത്തിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ സഹായതായുടെ അമ്പ് തിരുനാൾ തുടങ്ങി. തിരുനാൾ ആഘോഷങ്ങളുടെ ഭാഗമായി വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങൾ എഴുന്നള്ളിച്ചു വെച്ചു. ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന, തിരുസ്വരൂപങ്ങൾ എഴുന്നള്ളിക്കൽ എന്നിവയ്ക്ക് ഫാദർ റോയി ജോസഫ് വടക്കൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങൾ എഴുന്നള്ളിച്ച് പൊതുവണക്കത്തിനായി പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ പ്രതിഷ്ഠിച്ചു. ഇടവക വികാരി ഫാദർ ജെയ്സൺ തെക്കുംപുറം തിരുനാൾ തിരുകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. ലോകാവസാനം വരെ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കുമെന്നും. ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിൽ 4ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി ദ്വിദിന സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് CB അബ്ദുൾ സമദ് അധ്യക്ഷനായി. വാർഡംഗം KS അനിൽകുമാർ, പ്രധാനാധ്യാപിക NS ഷീബ, MPTA പ്രസിഡന്റ് സിന്ധുരാജ്, വിദ്യാലയ സംരക്ഷണ സമിതി പ്രസിഡന്റ് PK ഹംസ തുടങ്ങിയവർ സംസാരിച്ചു. 1ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് അഫ്രാസ് എഴുതിയ എന്റെ കുഞ്ഞിലോകം 1ാം തരം ഡയറി എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും നടന്നു. വീട്ടില് വലിയ എന്താ പറയുന്ന ദാരിദ്ര്യം എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിലേക്ക് ഒല്ലൂരിൽ PM വിശ്വകർമ്മ യോജനയും ഒല്ലൂർ ഇമിറ്റേഷൻ ഗോൾഡ് വർക്കേഴ്സ് സംഘവും സംയുക്തമായി ഏകദിന ശില്പശാല നടത്തി. കോർപ്പറേഷൻ കൌൺസിലർ CP പോളി ഉദ്ഘാടനം ചെയ്തു. അരുണ മാർക്കോസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ഇൻഡസ്ട്രി സെൻട്രൽ മാനേജർ ലിനോ C ജോർജ്, ഒല്ലൂർ ഇമിറ്റേഷൻ ഗോൾഡ് വർക്കേഴ്സ് സംഘം പ്രസിഡന്റ് VM സുമേഷ് എന്നിവർ പങ്കെടുത്തു. ET ടൈസൺ MLAയുടെ നേതൃത്വത്തിലുള്ള സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ അക്ഷര കൈരളിയുടെ ഭാഗമായുള്ള ക്വിസ് ഫെസ്റ്റിവൽ ഗ്രാൻഡ് ഫിനാലെ ഞായറാഴ്ച നടക്കും. പടിഞ്ഞാറെ വെമ്പല്ലൂർ MES അസ്മാബി കോളേജിൽ നടക്കുന്ന പരിപാടിയിൽ LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി അധ്യാപകർ, രക്ഷിതാക്കൾ എന്നീ 6 വിഭാഗങ്ങളിലായാണ് മത്സരം സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് MLA വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. SN പുരം പഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ, PB മുഹമ്മദ് റാഫി, VA സുഹൈൽ, KA നസീമ, KV ഷാജറ്റ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ലൈൻ സൈറ്റ് ഫോർ കിഡ്സ് പ്രൊജക്ടിന്റെ ഭാഗമായി വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് കണ്ണടകൾ വിതരണം ചെയ്തു. കണ്ടശാംകടവ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിഷൻ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ M പ്രദീപ് മേനോൻ ഉദ്ഘാടനം ചെയ്തു. റീജിയൻ ചെയർപേഴ്സൺ MC മദനകുമാർ അധ്യക്ഷത വഹിച്ചു. PS ഉണ്ണികൃഷ്ണൻ, അമൃത ജയപ്രകാശ്, CP ജയപ്രകാശ്, PR മോഹൻദാസ്, ആന്റണി വർക്കി തുടങ്ങിയവർ പങ്കെടുത്തു. വിയൂർ സെൻട്രൽ ജയിലിൽ തടവുകാർക്കും സന്ദർശകർക്കും സംസാരിക്കാൻ മാതൃകാ ചാറ്റ് മുറി പ്രവർത്തനം ആരംഭിച്ചു. പുതിയ സംവിധാനത്തിൽ ഒരേ സമയം 5 തടവുകാർക്ക് സന്ദർശകരുമായി സംസാരിക്കാം. 37.5 ലക്ഷം രൂപ ചിലവഴിച്ചാണ് മാതൃകാ ചാറ്റ് മുറി സജ്ജമാക്കിയത്. ജില്ലാ ജഡ്ജി P സെയ്തലവി, കളക്ടർ അർജുൻ പാണ്ഡ്യർ, കമ്മീഷണർ R ഇളങ്കോ, ജയിൽ സൂപ്രണ്ട് K അനിൽകുമാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. മണലൂർ സെന്റ് ഇഗ്നേഷ്യസ് പള്ളിയിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ 168ാമത് തിരുനാളിനോടനുബന്ധിച്ചൊരുക്കിയ ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നടത്തി. ഫാദർ ഫ്രാങ്കോ ഫ്രോണീസ് ചെറുതാണിക്കൽ കാർമ്മികരായി. ആഘോഷമായ ദിവ്യബലിക്ക് വികാരി ഫാദർ പ്രിൻസ് പൂവത്തിങ്കൽ കാർമ്മികത്വം വഹിച്ചു. തിരുനാൾ ദിവസമായ നാളെ ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന എന്നിവ ഉണ്ടായിരിക്കും. ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ജിമ്മി എടക്കളത്തൂർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. വിവേകോദയം ഗേൾസ് ഹൈസ്കൂളിൽ റോഡ് സുരക്ഷാ ബോധവൽക്കരണ പദ്ധതിയുടെ ഭാഗമായി തൃശൂർ വടക്കേ സ്റ്റാൻഡിൽ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു. സുരക്ഷിത് മാർക്ക് പ്രൊജക്ടിന്റെ ഭാഗമായാണ് ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചത്.
രാജ്യത്ത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടതിന്റെ 75-ാം വർഷവും 15ാമത് ദേശീയ സമ്മതിദായക ദിനവും ചെമ്പൂക്കാവ് ഹോളി ഫാമിലി CGHSSൽ ആഘോഷിച്ചു. മികച്ച അധ്യാപികയ്ക്കുള്ള ദേശീയ അവാർഡ് ഏറ്റുവാങ്ങിയ ലീല വർഗീസ് ഉദ്ഘാടനം നിർവഹിച്ചു. ഡിവിഷൻ കൌൺസിലർ റെജി ജോയ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ പാവന റോസ്, കരുണം ഫൗണ്ടേഷൻ ചെയർമാൻ ജെൻസൺ ജോസ് കാക്കശ്ശേരി, എൻസൺ ആന്റണി, ശശി നെറ്റിശ്ശേരി എന്നിവർ സംസാരിച്ചു. വാണിജ്യം. വിവിധ ഇനം ടൈലുകൾ, സാനിറ്ററി വെയേഴ്സ് എന്നിവയുടെ വിപുലമായ ശേഖരവുമായി ടൈൽ മാസ്റ്റർ കൊടകരയിൽ പ്രവർത്തനം ആരംഭിച്ചു. കൊടകര ദേശീയപാതയിൽ ആരംഭിച്ച ടൈൽ മാസ്റ്ററിന്റെ പുതിയ ഷോറൂം ചലച്ചിത്ര താരം അന്ന രേഷ്മ രാജൻ ഉദ്ഘാടനം ചെയ്തു. പറപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് അധ്യക്ഷത വഹിച്ചു. BJP സംസ്ഥാന കമ്മിറ്റി അംഗം സേതുമാധവൻ, പറപ്പൂക്കര പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ KC പ്രദീപ്, പഞ്ചായത്ത് അംഗങ്ങളായ നന്ദിനി രമേശ്, P രാജീവ് എന്നിവർ ഉദ്ഘാടന വേളയിൽ ആശംസകളുമായി എത്തിച്ചേർന്നു. സ്ഥാപന ഉടമ PV കുര്യാച്ചൻ, ടൈൽ മാസ്റ്റർ കൊടകര ഷോറൂം മാനേജർ KS സുശാന്ത് എന്നിവർ സന്നിഹിതരായി. ഉദ്ഘാടന ദിവസം ഷോറൂം സന്ദർശിച്ചവരിൽ നിന്നും തിരഞ്ഞെടുത്ത 3 ഭാഗ്യശാലികൾക്ക് ആകർഷകമായ സർപ്രൈസ് ഗിഫ്റ്റുകൾ അന്ന രേഷ്മ രാജൻ സമ്മാനിച്ചു. കൂടാതെ ഉദ്ഘാടന ഓഫറായി ഏപ്രിൽ 24 വരെ ടൈൽ മാസ്റ്ററിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ റെഫ്രിജറേറ്റർ, LED TV, വാഷിംഗ് മെഷീൻ തുടങ്ങിയ സമ്മാനങ്ങളും സ്വന്തമാക്കാം. ഏറ്റവും പുതിയ ഡിസൈനിലും ക്വാളിറ്റിയിലും ടൈലുകളും സാനിറ്ററി വെയറുകളും കൊടകര ഉളുമ്പത്തുകുന്നിലെ ടൈൽ മാസ്റ്ററിൽ നിന്നും ലഭ്യമാണ്. 7034886686. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7530, പവന് 60240. വെള്ളി ഗ്രാമിന് 99, പ്ലാറ്റിനം ഗ്രാമിന് 3314 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. മെട്രോ റെയിൽ ആലുവയിൽ നിന്ന് ചാലക്കുടിയിലേക്ക് നീട്ടാനുള്ള ശ്രമം തുടങ്ങിയതായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ചാലക്കുടിയിൽ നിന്ന് പാലക്കാട്ടേക്കും മെട്രോ റെയിൽ നീട്ടുമെന്ന് സുരേഷ് ഗോപി. എരുമപ്പെട്ടി പഞ്ചായത്തിലെ അങ്കണവാടികളിലേക്ക് വിവിധ ആവശ്യങ്ങൾക്കായി നൽകേണ്ട ഫണ്ട് പഞ്ചായത്ത് അധികൃതർ നൽകുന്നില്ലെന്ന പരാതി. കുടിശ്ശികയായ തുക എത്രയും വേഗം നൽകണമെന്ന ആവശ്യം. പഴഞ്ഞി ഒതളൂർ ബണ്ടിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്യുന്നതിനെ ചൊല്ലി തർക്കം. കോൾപ്പാടങ്ങളിലെ പുഞ്ചകൃഷിയും കടവല്ലൂർ പാടശേഖരത്തിലെ മുണ്ടകൻ കൃഷിയും ഒരേ സമയത്ത് തുടങ്ങുന്നതാണ് വെള്ളത്തിനായുള്ള തർക്കത്തിന് കാരണം. കൊയ്യയിൽ പടക്ക നിർമ്മാണത്തിനിടെ പടക്കം പൊട്ടിത്തെറിച്ച് 2 പേർക്ക് പരിക്ക്. ലൈസൻസ് ഇല്ലാതെയായിരുന്നു പടക്ക നിർമ്മാണം. ചെറുതുരുത്തിയിൽ പോക്സോ കേസിൽ 2 പേർ അറസ്റ്റിൽ. പാഞ്ഞാൽ സ്വദേശികളായ കുമാരൻ, ഹസൻ എന്നിവരാണ് അറസ്റ്റിലായത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.